സൈഫുദ്ദീൻ ദിവ്യ, ഇറാനിൽ സമീപകാലത്തൊന്നും കാണാത്ത രൂപത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ കാണുന്നു. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് ഇത് തുടങ്ങിയത്. അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഉപരോധം നേരിടുന്ന രാജ്യമാണ് ഇറാൻ എന്ന് നമുക്കറിയാം. പക്ഷെ ഇപ്പോൾ അത് വലിയ തരത്തിലേക്ക് വ്യാപിക്കുന്നു. ഏറ്റവും പ്രധാനം അവിടെ ഇന്റർനെറ്റും ഫോണും അടക്കം കട്ട് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് സർക്കാർ പോയിരിക്കുന്നു. അതോടൊപ്പം കുറേയേറെ ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്. 60-ലേറെ ആളുകളാണ് കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്കെടുക്കുമ്പോൾ കൊല്ലപ്പെട്ടത്. പരമാവധി സംയമനം പുലർത്തുക എന്നുള്ള ഒരു നിലപാടിലേക്ക്, സാധാരണത്തേക്കാൾ വ്യത്യസ്തമായ ഒരു നിലപാടിലേക്ക് ഇറാൻ സർക്കാർ മസൂദ് പെസഷ്കിയാന്റെ നേതൃത്വത്തിൽ പോയിരുന്നു. പക്ഷേ അതൊക്കെ ഉണ്ടാകുമ്പോഴും ഇതിനെ പരമാവധി കലാപ കലുഷിതമാക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് ആരോപണം. പ്രത്യേകിച്ചും അമേരിക്കയും ഇസ്രായേലും ഇതിന് പിന്നിൽ കളിക്കുന്നു. കഴിഞ്ഞ ദിവസം പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനായിയുടെ ഒരു ദീർഘമായ പ്രസംഗം ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് അമേരിക്കയുടെയും അതേപോലെ തന്നെ ഇസ്രായേലിന്റെയും കളിക്കാരാണ് ഈ ഒരു പ്രതിഷേധത്തിന് പിന്നിൽ എന്നുള്ളതാണ്. പക്ഷെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഈ സർക്കാരിനെ അട്ടിമറിക്കുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമാണ് എന്ന് ഇസ്രായേലും അമേരിക്കയും പറയാതെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ട്രംപ് ഈ പ്രതിഷേധക്കാരെ നേരിടുകയാണെങ്കിൽ ഞങ്ങൾ അവിടേക്ക് വരും, US സൈന്യം അവിടേക്ക് വരും എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അമേരിക്കയുടെ പലതരത്തിലുള്ള സംവിധാനങ്ങൾ, ആയുധ സംവിധാനങ്ങൾ വ്യോമ മേഖലയിലും അതേപോലെ തന്നെ നാവിക മേഖലയിലും എല്ലാം അങ്ങോട്ട് എത്തുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകൾ കൂടി US മാധ്യമങ്ങളും പുറത്തുവിടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വെനസ്വേലയ്ക്ക് ശേഷം ഇറാൻ എന്നുള്ള ഒരു സമവാക്യം പല അന്താരാഷ്ട്ര നിരീക്ഷകരും പറയുന്നുണ്ട്. അവിടേക്കെല്ലാം കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഡിസംബർ 27-നാണ് ടെഹ്റാനിലെ ഗ്രാൻഡ് ബസാറിലെ വ്യാപാരികൾ ജോലി ബഹിഷ്കരിച്ചുകൊണ്ട് ഈ ഒരു സമരങ്ങൾ തുടങ്ങുന്നത്. പിന്നീട് അത് തലസ്ഥാനം വിട്ട് ചെറുതും വലുതുമായ നഗരങ്ങളിലേക്ക് വ്യാപിച്ചു. പലയിടങ്ങളിലും അക്രമാസക്തമായി. സർക്കാർ കെട്ടിടങ്ങൾ ഉപരോധിക്കുകയും അതിനെ തീയിടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. നിരവധി വാഹനങ്ങൾ കത്തിക്കുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് ഇറാൻ കേന്ദ്ര ബാങ്കിന്റെ ഗവർണറായിരുന്ന മുഹമ്മദ് റസാ ഫർസീൻ രാജിവെക്കുകയും അത് ഒരു വലിയ കോളിളക്കം സൃഷ്ടിക്കുകയും ചെയ്തു. നമുക്കറിയാം, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉപരോധവും സാമ്പത്തിക ഒറ്റപ്പെടുത്തലും മൂലം ഇറാന്റെ കറൻസി റിയാൽ ഡോളറുമായി തട്ടിച്ചു നോക്കുകയാണെങ്കിൽ 2015 അത് 32,000 റിയാൽ ആയിരുന്നുവെങ്കിൽ ഇപ്പോഴതൊരു ഡോളറിന് 42,125 റിയാൽ കൊടുക്കേണ്ട സാഹചര്യമാണ്. എന്ന് പറഞ്ഞാൽ ചാക്കിൽ പണം കെട്ടിക്കൊണ്ടുപോയാൽ അത്യാവശ്യ സാധനങ്ങൾ കിട്ടൂ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് ഈ ഒരു വലിയ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. മസൂദ് പെസഷ്കിയാൻ എന്താണോ പ്രശ്നം, പ്രത്യേകിച്ചും ജനങ്ങളുടെ ദൈനംദിന ഉപജീവന മാർഗത്തെക്കുറിച്ചാണ് തങ്ങളുടെ ആശങ്ക, തന്റെ ഭരണത്തെക്കുറിച്ചല്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു പ്രതിഷേധത്തെ തണുപ്പിക്കാൻ നോക്കിയെങ്കിലും അത് അങ്ങനെ നടക്കുന്നതല്ല നമ്മൾ കണ്ടത്. ഓരോ ദിവസവും അത് ശക്തിയാർജിക്കുന്നതാണ്. അപ്പോൾ ഇതിന് പിന്നിൽ വലിയ ഫണ്ടിങ് അമേരിക്കയും ഇസ്രായേലും നടത്തുന്നുണ്ട് ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ എന്നാണ് ഇറാൻ ഭരണകൂടം പറയുന്നത്. ഈ പ്രക്ഷോഭത്തെ തുടർന്ന് ഏതായിരുന്നാലും പുതിയ സെൻട്രൽ ബാങ്ക് ഗവർണർ വരികയും പലതരത്തിലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ, മാറ്റങ്ങൾ വരുത്താൻ പെസഷ്കിയാൻ സർക്കാർ തയ്യാറാവുകയും ചെയ്തെങ്കിലും ഈ പ്രക്ഷോഭം അങ്ങനെ കത്തിപ്പടർന്നു. ഇപ്പോൾ IRGCയുടെ അംഗങ്ങൾ വരെ കൊല്ലപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. അതായത് പരമാവധി ഇടങ്ങളിൽ സാധാരണക്കാർ കൊല്ലപ്പെടാതിരിക്കാനുള്ള നീക്കങ്ങൾ പെസഷ്കിയാൻ സർക്കാർ വളരെ തന്ത്രപൂർവ്വം ചെയ്യുന്നുവെങ്കിലും അവിടെ കൊല്ലപ്പെടുന്നത് ഇതിൽ വലിയൊരു വിഭാഗവും സേനാംഗങ്ങൾ കൂടിയാണ് എന്നുള്ള സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഇത് സുഹേൽ, ഈ പ്രക്ഷോഭം, ഈ കലാപം, ഇത് ആളിക്കത്തുന്നത് ഒഴിവാക്കാൻ തക്ക നടപടികൾ എന്തൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് സർക്കാർ? ദിവ്യ, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്ന്, സാമ്പത്തിക മേഖലയിൽ പുതിയ ഗവർണർ വരുത്തുന്നു. അതേപോലെ തന്നെ ഉപരോധമാണ്. നമുക്കറിയാം, എന്തൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ലോകത്ത് എണ്ണ സമ്പത്തുള്ള വലിയ രാജ്യങ്ങളിൽ മൂന്നാമത്തേതായി എണ്ണപ്പെടുന്ന ഇറാൻ. പക്ഷേ ആ എണ്ണ പുറത്തേക്ക് കൊണ്ടുപോകാനും അതേപോലെ തന്നെ സംസ്കരിക്കാനും ഒക്കെ അടക്കമുള്ള കാര്യങ്ങളിൽ ഉപരോധം ഏർപ്പെടുത്തുകയും പാശ്ചാത്യ രാജ്യങ്ങൾ ഒന്നാകെ ഈ രാജ്യത്തെ വരിഞ്ഞു മുറുക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത്. അത് ആ ഒരു സർക്കാരിന്റെ മാത്രം പിടിപ്പുകേടായി അല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. 2015 ബറാക് ഒബാമ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിലാണ് ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന പേരുള്ള ആണവ കരാർ രൂപപ്പെടുന്നത്. ഈ ആണവ കരാർ രൂപപ്പെട്ടെങ്കിലും വളരെ പെട്ടെന്ന് ട്രംപ് അതിന്റെ കരാറിൽ നിന്ന് പിന്മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. കരാറിൽ നിന്ന് പിന്മാറാൻ US-ന്റെ തീരുമാനത്തെ അന്ന് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം എതിർത്തിരുന്നുവെങ്കിലും ഈ രാജ്യങ്ങളുടെ സമ്മർദ്ദം കാരണം ഇറാൻ ആണവ പദ്ധതികളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തെങ്കിലും അമേരിക്ക നടത്തിയ ഉപരോധത്തിന് പരിഹാരം കാണാൻ ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പോലും അന്ന് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ നമുക്കറിയാം, ഇറാൻ ഈ പശ്ചിമേഷ്യയിൽ
ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഇറാന്റെ ശക്തി കുറക്കണം എന്നത് ഇസ്രായേലിന്റെ ആവശ്യമാണ്. അമേരിക്കയെ ഇറാനെതിരെ തിരിക്കുന്നത് എപ്പോഴും ഇസ്രായേലാണ് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ചും ബെന്യാമിൻ യെസ്, ബി കെ സുഹൈലാണ് വിവരങ്ങൾ നൽകിയത്.